കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പൻ എന്ന ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു കുട്ടി വാമനൻ ആണ് അങ്ങനെ ചാർത്തിരിക്കുന്നത്. വാമന ജയന്തിയാണല്ലോ വാമനെ ചാർത്തിരിക്കുന്നത്. കുഞ്ഞ് കാലുമല്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ട് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ ആ വാമനമൂർത്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാലുമേൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത കോണൊക്കെ മുടിപ്പിച്ചിട്ടുണ്ട്. കിങ്ങിന് അരയിൽ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ ഒരു മണിമണി പോലത്തെ ഒരു മാലയും കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയും പിന്നെ പൂണൂലും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാ നല്ല ഭംഗിയുടെ കാണാൻ. പിന്നെ കൈവളകളും തോൾവളകളൊന്നുമില്ല, ഭസ്മക്കുറിയാണ്. കയ്യമ്പിലും മാറത്തും കുമ്പേൻ്റെ മുകളിലും നെറ്റീമിലും ഒക്കെ ഭസ്മക്കുറിയാണ്. മൂന്ന് വരെയായിട്ട് നല്ല ഭംഗിയായിട്ട്. വലത്തെ കൈ കൊണ്ട് ഒരു ഓലക്കൊട പിടിച്ചിട്ടുണ്ട്. തോളത്ത് ചാരി വെച്ചുകൊണ്ട് ഓലക്കൊട പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ കമണ്ടലും പിടിച്ചിട്ടുണ്ട്. അത് രണ്ടും പിടിച്ച് വാമനമൂർത്തിയായിട്ടാണ് നിൽക്കണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചാർച്ച ചെയ്ത് കാണാൻ. നല്ല ഒരു കുട്ടി വാമനാ തോന്നുന്നു, ചെറിയൊരു വാമനായിട്ട് തന്നെ. ശരിക്കും വാമനൻ എങ്ങനെയാ വെച്ചാൽ അതുപോലെ അങ്ങനെയാണ് വാമനമൂർത്തിയെ ചാർത്തിയിരിക്കുന്നത്. ചെവിയിൽ ഗോപി തിലകം, നെറ്റീമിലൊരു ഗോപി തിലകം, നല്ല മന്ദഹാസത്തോടു കൂടി. മുഖം ചന്ദനം കൊണ്ടാണല്ലോ ചാർത്തുക. അതുപോലെ തലി അതുപോലെ മൊട്ടയെ കൊണ്ടാണ്. വാമനമൂർത്തിയായിട്ട് തന്നെയാണ്. പൊന്നു ഗുരുവായൂരപ്പൻ 2 തിരുമുടി മാലകൾ ചാർത്തിയുണ്ട്. താമര തുളസിയായിട്ടും തെച്ചിയും തുളസിയായിട്ടും 2 തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. ഒന്ന് തെച്ചിപ്പൂ മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല, മറ്റേത് വെളുത്ത പൂ മാത്രമായിട്ടുള്ള ഉണ്ടമാല. അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള 2. ആ 2 ഉണ്ടമാലകളിലും അവസാന തൃപ്പാദത്തിലേക്ക് എത്തുന്നത് തുളസിപ്പൂവായിട്ടാട്ടോ. അങ്ങനത്തെ ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നടുവിതാ അതുപോലെ തിരുമുടി മാലയുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. താമര തുളസിയായിട്ട് 2 എണ്ണം, തെച്ചിയും തുളസിയായിട്ട് 2 എണ്ണം, വെളുത്ത പൂ മാത്രമായിട്ട് 1 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2 എണ്ണം. അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നു ഗുരുവായൂരപ്പൻ കുട്ടി വാമനായിട്ടാണ്. നല്ല ഭംഗിയുടെ കൗതുകത്തിലുള്ള ഒരു വാമനമൂർത്തി. അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ. ചേണോലും പൊന്നൊഴിഞ്ഞാൽ കഴിയിൽ മധുരമായി രാധയോടും ദശായാം കാണാതെ ചെന്നു കണ്ണൻ ചെറിയൊരു പനി നീർപ്പിച്ചകം കൊച്ചു കയ്യാൽ വേണിക്കുള്ളിൽ പതുക്കെ തിരുകിയ സമയം സസ്മിതം പിന്നിലേക്കായി നാണിച്ചും കൊണ്ടു നോക്കും കോലയമിഴിതൻ നോക്കട്ടെ നമ്മെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് വാമനമൂർത്തിയായിട്ടാണ് നിൽക്കണത്. എന്ത് ഭംഗിയായിട്ടാണ് വെച്ചാൽ ഒരു കുട്ടി വാമന. നല്ല കൗതുകം ഉണ്ടാകുന്നു ഇപ്പോൾ കാണാൻ തന്നെ. ആ ചെറിയൊരു ഓലക്കൊടയും പിടിച്ച് ചെറിയൊരു കമണ്ടൽ കയ്യിൽ പിടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കണം. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. അങ്ങനെ തയ്യാറാവാണ്. മഹാബലിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കണ ഒരു വാമനമൂർത്തിയായിട്ടാണ് നിൽക്കണത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. വീണ്ടും എടുക്കുന്ന ഉണ്ണി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്ര രസമായിട്ട് ആ ഒരു ഒനിച്ചുണ്ണി നല്ല ഭംഗിയായിട്ട് ആ വാമനമൂർത്തിയുടെ തൃപ്പാദത്തിലൂടെ വീണ് നമസ്കരിക്കുക. തല കെട്ടിയിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണനാണ് വാമനമൂർത്തിയായിട്ട് നിൽക്കുന്നത്. ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി എന്താ പുഞ്ചിരി. നല്ല സന്തോഷത്തോടുകൂടി നിഷ്കളങ്കമായിട്ടുള്ളൊരു വാമനമൂർത്തി. നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ശ്രീലകത്ത് നിൽക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ വീണങ്ങണ്ട് നമസ്കരിക്കുക തന്നെ. എന്നിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ വിഷമങ്ങളൊക്കെ മാറ്റി തരണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി, നല്ല വാക്കുകൾ വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.